എല്ലാവർക്കും സാർ. അപ്പോൾ ഞാൻ ഇൻട്രോ അറിയുന്ന ഞാനാണ്. എനിക്ക് മനസ്സിലാക്കാം ഫ്രാങ്കിൻ്റെ അച്ഛൻ. അപ്പം നിങ്ങൾ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും ഫ്രാങ്ക്ലിൻ ഈ വണ്ടി വാങ്ങിക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാനല്ലോ, അവൻ അന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ ഒരു ഫേവറേറ്റ് ബൈക്ക് യമഹ FZ എന്ന്. ശരിക്കും ഒരു മാസമല്ല, കുറച്ച് മാസം വർക്ക് ചെയ്തിട്ടാണ് ഈ വണ്ടി കിട്ടിയത്. കാരണം ഒരു മാസം 23,000 ആയിരുന്നു ഇത്. അപ്പം ഇപ്പോഴും ചെറുതാ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് സർപ്രൈസ് ചെയ്യണം. എനിക്ക് ഓൾമോസ്റ്റ് കാശും സെറ്റായി. അവന് സർപ്രൈസ് വാങ്ങിച്ചു കൊടുക്കാം. ഞാനും അവൻ്റെ അമ്മയും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അതെ അത്. അപ്പം നമുക്കെന്തായാലും സിറ്റിയിലേക്ക് പോവാം. ബുക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു വരണം FZ. അതും ഫുള്ള് അവ ഈ ഫുള്ള് വാങ്ങിച്ചതല്ലേ. അപ്പം അവനങ്ങ് സെക്കൻഡ് വാങ്ങിച്ചു കൊടുക്കാം. ഫുള്ള് തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത് അല്ലേ. അതെ അതെ. അതായത് നമുക്ക് എന്തായാലും പോവാം. സിറ്റിയിലാണ്. ഓക്കെ, വന്ന് കയറിക്കോളൂ. വരിയേ. ഞാൻ വരാം. ഓക്കെ, നമുക്ക് എന്തായാലും സിറ്റിയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ആ സിറ്റിയിലേക്ക് പോവാം. ഞാൻ അവനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കടയിൽ ഇന്നത്തെ ബാക്കിയെല്ലാം വണ്ടി സ്റ്റോക്ക് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പം ഇത് മാത്രമേ സ്റ്റോക്കുള്ളൊന്നും അറിയത്തില്ല ഇന്ന്. നമുക്കെന്തായാലും അങ്ങോട്ട് പോകാമല്ലേ. യെസ്, വി ക്യാൻ ഗോ ദെയർ ഗൈസ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം വണ്ടിയുമായിട്ട്. ഓക്കെ 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 ഗൈസ്, ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സിറ്റിയിൽ. ഇത് ശരിക്കും ആ ഷോറൂം എന്ന് പറയുന്ന കുറച്ച് ഇച്ചിരി അല്ല എന്താ പറയുക, ഒരു കുറച്ച് ദൂരേ ഉള്ളൂ. ഓക്കെ, അയ്യോ ഞാൻ പറഞ്ഞെന്ന് ആ ഷോറൂമിലേക്ക് എത്താൻ ഒരു ഇച്ചിരി ടൈം എടുക്കും. ഇച്ചിരി കുറച്ച് ദൂരം അല്ല, ഇച്ചിരി ടൈം എന്ന് വെച്ചാൽ അത്ര ദൂരം ഇല്ല, ഒരു ഇച്ചിരി ദൂരമേ ഉള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ മോന് എന്തായാലും ബ്രാൻഡ് ന്യൂ എടുത്ത് നോക്കാം. അവ അധ്വാനിച്ച് സെക്കൻഡ് ഹാൻഡ് അല്ലല്ലോ, ഫുള്ള് ഇതെടുത്തില്ലേ. അപ്പം ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്ത് കൊടുക്കുക. ഞങ്ങളൊക്കെ രണ്ടുപേരും അധ്വാനിച്ചിട്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഈ കാറിൽ നിന്ന് നിന്നോണ്ട് ഇത്രയും കിട്ടിയത് നല്ല കാര്യമാണ്. കാറെങ്കിലും ഉണ്ടല്ലോ ഫുള്ള്. അവിടെ ഇട്ട് ആ ഷോറൂം വരുന്നത്. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒന്ന് പോയി സംസാരിച്ചു നോക്കാം. ഓക്കെ ഓക്കെ. എൻ്റെ വൈഫ് ഈ വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ട് വരും. വണ്ടിക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ. സ്കോർപ്പിയോയുടെ S11 ക്ലാസിക് പോലും ഇല്ല. ഓക്കെ, ഓണറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. സർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ഞാൻ ഇവിടെ ഒരു യമഹയുടെ FZ10 ബൈക്ക് ബുക്ക് ചെയ്തായിരുന്നു. ഇന്നാണ് ഡെലിവറി കിട്ടുമെന്ന് പറഞ്ഞു. ബൈക്ക് അതിൽ കിട്ടും. സെറ്റായിട്ടുണ്ട്. ഞാൻ എടുത്ത് പുറത്ത് വച്ചേക്കാം. ഓക്കെ ഓക്കെ. വണ്ടി ഇപ്പോൾ കിട്ടും. വണ്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഏത് ബുക്കും പേപ്പർ വർക്കൊക്കെ. ഇപ്പം വൈഫൈ നീ മറ്റേ വണ്ടി എടുത്തിട്ടുണ്ടോ? ഞാൻ ഇതിൽ പോയിക്കോളാം. ഓക്കെ ചേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ വില്ലേജ്. വൈഫ് മറ്റേ വണ്ടി എടുത്തോണ്ട് വരും. അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഭാഗ്യമായി. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാമല്ലോ കൂടെ. ശരി, നമുക്ക് ഒറ്റയ്ക്ക് വിളിക്കാമല്ലോ. നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഞാൻ വൈഫ്. പിന്നെ ടോപ്പ് സ്പീഡ് വരുന്നത് ഒരു എത്രയാ 250 വരെയായിരുന്നു തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓടിച്ചാൽ മതി ചേട്ടൻ. നല്ല വണ്ടിയല്ലേ യമഹയുടെ FZ10. ഓക്കെ അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. അവിടെ വില്ലേജിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം കാണാം. ഓക്കെ അപ്പം എൻ്റെ വൈഫ് എനിക്ക് മുന്നേ എത്തിയായിരുന്നു. നമുക്കെന്തായാലും വേഗം അങ്ങോട്ട് പോവാം. പിന്നെ അല്ലേ അവൻ ഈ വണ്ടി ചെറുതായിട്ട് എവിടെയെങ്കിലും കൊണ്ട് തട്ടി അങ്ങനെന്തോ പറഞ്ഞായിരുന്നു ഈ കാറ്. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ, സ്ക്രാച്ചൊന്നും ഇല്ലേ. അതൊന്നും കുഴപ്പമില്ല, ചെറുതായിട്ട്. പക്ഷെ സ്ക്രാച്ചൊന്നും ഇല്ല. ഇവനും ആദ്യമായിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. ആദ്യമൊക്കെ ടർട്ടിലും മുട്ടലൊക്കെ കാണും. അവ ഇപ്പോൾ കോളേജിൽ പോയേക്കാം. കോളേജിൽ നിന്ന് വന്നിട്ട് ഈ ബൈക്കൊക്കെ സർപ്രൈസ് ചെയ്യാൻ ഗൈസ്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ട്. അവൻ കോളേജിന് വരട്ട്, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഐസ്. ഇന്ന് സ്കൂളൊക്കെ വിട്ടു.
ഇനി എനിക്ക് അന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബൈക്ക് എടുക്കാൻ നല്ല ആരുണ്ട്. ഈ സൈക്കിൾ ഓടിച്ച് ഞാൻ ശരിക്കും മടുത്ത്. ഇനി പുതിയൊരു വണ്ടി എടുക്കാൻ എനിക്ക് എന്തായാലും, കാരണം ഇത് ചവിട്ടി ബൈക്ക്, കാറൊന്നും വേണ്ട, എനിക്കൊരു ബൈക്ക് മതി. ഞാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇതൊരു ഇടവഴിയാണ്. ഓക്കെ, നമുക്ക് പോവാം. ആ കാണുന്ന എൻ്റെ വീട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓ, വണ്ടി ഇടിക്കല്ലേ. ഞാൻ മറ്റേ വണ്ടി വാങ്ങിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി ചെറുതായിട്ട്, പക്ഷെ ഒന്നും പറ്റില്ല കേട്ടോ. അത് കേട്ടല്ലേ ഒരു മിനിറ്റ്. ഓ, മൈ ഫേവറേറ്റ് ബൈക്ക് യമഹ FZ. അല്ല, അച്ഛൻ തന്നെയാക്കിയപ്പോൾ ബൈക്കൊക്കെ റെൻറ്റിനെടുത്തത്. കാർ ഇവിടെ ഇരിപ്പില്ലേ, പിന്നെ എന്ത് ബൈക്കൊക്കെ റെൻറ്റിനെടുത്ത്? ആർക്കറിയാം, ഒന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. അല്ല അച്ഛമ്മ, ഇതെന്തോന്നൊരു പുതിയ യമഹ FZ ഇവിടെ. അച്ഛൻ ബൈക്കൊല്ലോ റെൻറ്റിനെടുത്താ? കാർ മേടിച്ചല്ലേ ഉള്ളൂ. ഇല്ല മോനെ, ഇത് നിൻ്റെ വണ്ടിയാ. എനിക്ക് കാശൊക്കെ സെറ്റായിരുന്നു. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച് തീരുമാനിച്ച് വാങ്ങിച്ച വണ്ടിയാ ഇത്. എനിക്കും അമ്മയ്ക്കും കാശൊക്കെ സെറ്റായി, അങ്ങനെ വാങ്ങിച്ചാ. ശരിക്കും? അതെ മോനെ, നീ ഇതിൽ സ്കൂളിൽ പോയിക്കോ, ഒരു കുഴപ്പമില്ല. താങ്ക് യു അച്ഛ, എൻ്റെ ഫേവറേറ്റ് ബൈക്ക് എനിക്ക് കിട്ടി. അയ്യോ, ഒന്ന് മാറിയിരിക്കുമോ അച്ഛമ്മേ? പിന്നെന്താ മോനെ, നീ ഓടിച്ചു നോക്ക്. ഓക്കെ, വാവ്, ഈ ബൈക്ക് കൊള്ളാം ഗൈസ്. താങ്ക് യു അച്ഛമ്മ. ഓക്കെ, അച്ഛൻ ആൻഡ് അമ്മേ, പക്ഷേ ഈ ബൈക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ബൈക്കാണിത്. യമഹയുടെ FZ 10. ഐ ലവ് ഇറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. പിന്നെ പുതിയ വീഡിയോസ് കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്, ഗുഡ് ബൈ.